സിഹിമോളെ, ഒരു ബ്രേക്ക് എടുത്തെഴുത, അല്ലെങ്കിൽ നീ ക്ഷീണിക്കും കേട്ടോ. പ്രീ 99 ആയിട്ടുണ്ട്. 2 എണ്ണം കൂടെ എഴുതാനുള്ളൂ. അത് എഴുതിക്കൊണ്ടിരിക്കുക. നിന്റെ ഈ ഭക്തി കാരണം രാമൻ എഴുന്നേറ്റ് പുഷപ്പ് ചെയ്താലും അതിലൊരു അത്ഭുതവും ഇല്ല. പ്രീ, എന്റെ ഫ്രണ്ട് പുഷപ്പ് ചെയ്യാൻ കഴിയുന്ന പോലെ ആവണം. അവൻ എന്നും പുഷപ്പ് ചെയ്യാറുണ്ട്, അറിയോ? ഉം. സീതമ്മ, എന്റെ ഫ്രണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്, വേഗം വാ. എടാ ദേ ഫോൺ എടുത്തു. ഹായ് ഫ്രണ്ട്, ഇപ്പൊ കുറവുണ്ടോ? ഓ, വീട്ടിലെത്തിയോ? നിനക്കിപ്പോ പുഷപ്പ് ചെയ്യാനുള്ള പവറൊക്കെ കിട്ടിയില്ലേ? ഞാൻ നിനക്ക് വേണ്ടി 101 തവണ ശ്രീരാം ജയറാം എന്ന് എഴുതുമായിരുന്നു. ഇത് കണ്ടോ? ശ്രീരാം ജയറാം, ശ്രീരാം ജയറാം. സന്തോഷായോ ഫ്രണ്ട് നിനക്ക്? ഫ്രണ്ട്, നീ എന്താ ഒന്നും വേണ്ടാത്തെ? റാം, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും വേദനയുണ്ടോ സംസാരിക്കുമ്പോ? സോറി റാം, ഈ സമയത്തും സംസാരിച്ച് ബുദ്ധിമുട്ടാക്കുന്നതിന്. മോളെ, നിന്റെ ഫ്രണ്ടിന് വേദന ഉണ്ടാവും ഇങ്ങനെ സംസാരിക്കുമ്പോ. റാം സർ, ഹായ്, എങ്ങനെയുണ്ട്? നിങ്ങളൊന്നും പറയണ്ട, ഞാൻ സംസാരിച്ചോളാം. ഓ, അതല്ലെങ്കിൽ അങ്ങനെയല്ലേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളിനെ സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഹായ് എല്ലാവർക്കും. ഹായ് സർ. ഹായ് ആഘോഷങ്ങൾ. ആഘോഷല്ല മോളെ, അശോകങ്ങൾ. എനിക്ക് അശ്വാങ്കൾ എന്ന് വിളിക്കാനാ കുറച്ചും കൂടെ എളുപ്പം. മോളെ, നിനക്കിഷ്ടമുള്ള എന്താന്ന് വെച്ചാ നീ വിളിച്ചോ. നമ്മുടെ രാമൻ അവന്റെ കുട്ടിക്ക് ഒരു കോൾ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാ വിളിച്ചത്. ഐ മീൻ സിഹി കുട്ടിക്ക് ഒരു കോൾ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. താങ്ക് യു അശ്വങ്കൾ. ഞാൻ ശ്രീരാം ജയറാം എന്ന് എഴുതി കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് എന്റെ ഫ്രണ്ടിന്റെ കോള് വന്നു. സീതമ്മ, ഇത് നീ എടുത്തോ. ഞാനിത് സീതമ്മയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗുഡ് ഗേൾ അല്ലേ? റാം, നീ റെസ്റ്റ് എടുത്തോ, നിനക്ക് ക്ഷീണം ഉണ്ടാവും. ബൈ. ബൈ ഫ്രണ്ട്. ഗെറ്റ് വെൽ സൂൺ സർ. ആഘോഷങ്ങൾ, ബൈ. ബൈ. പിന്നെ രാമ, റാമിന് എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കണേ. അവനിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അവൻ വേഗം സംസാരിക്കണം. റാം, നമ്മുടെ ജോഡി എത്ര ക്യൂട്ടാണല്ലേ. ഈ ഫോട്ടോ എടുത്തപ്പോഴൊക്കെ ഞാൻ കാണിച്ച സ്നേഹം ഫേക്കായിരുന്നു. പക്ഷെ ഇനി നീ കണ്ടോറാ,
നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുമെന്ന്. നിന്നെ പ്രണയിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെയൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഞാൻ തിരിച്ചു വരുമായിരുന്നു റാം. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബെറ്റർ ലേറ്റ് ദാൻ എവർ. ഇനി എത്ര കാലം കഴിഞ്ഞാലും എന്നും എന്റേതായിരിക്കും. നമുക്ക് ആദ്യത്തെ പോലെ ഒരുപാട് സന്തോഷത്തോടെ അതുപോലെ ജീവിച്ചാലോ? ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ റാം. അവന് ഭേദായി കഴിഞ്ഞാ ഞാൻ അവന്റെ മുന്നിൽ പോയി നിൽക്കും. ഐ വോണ്ട് ടു സേ ഹൗ മച്ച് യു മിസ്ഡ് മീ റാം. ഐ എം ഷുവർ യു വിൽ ബി വെരി ഹാപ്പി. ഇനി നമ്മൾ രണ്ടുപേരും ലൈഫ് ലോങ് ഒരുമിച്ചായിരിക്കും. തിരക്കെന്തിനാ? സമാധാനത്തിൽ മതി. ഒരു പ്രത്യേക കേക്കാ ഇതിന്. ഐ ലവ് യു റാം. അച്ഛാ, ഇതെന്ത് ഈ നേരത്ത് ഇങ്ങനെ ഇരിക്കുന്നേ? അച്ഛൻ ഉറക്കം വരുന്നില്ലേ? അല്ല മോളെ, ദൈവത്തിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയും അതാലോചിച്ചിരിക്കുവാണ്. ഡോക്ടർ എന്നെ പറഞ്ഞില്ലേ അച്ഛാ, നമ്മുടെ അപ്പോ അപകടനിലയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു? അറിയാം മോളെ, ദൈവത്തിനെ ഞാൻ എത്ര വിശ്വസിക്കുന്നുണ്ടോ മെഡിക്കൽ സയൻസിനെയും എനിക്ക് അത്ര വിശ്വാസമുണ്ട്. ഞാനിപ്പോ ദൈവത്തിനടുത്ത് സംസാരിക്കുന്നത് മറ്റൊരു കാര്യം മോളെ. അതെന്ത് കാര്യം അച്ഛാ? എന്തിനാ അച്ഛൻ വിഷമിക്കുന്നേ? ഞാൻ റാമിന്റെ കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയെന്ന് തോന്നുന്നു മോളെ. അവന്റെ കല്യാണക്കാര്യത്തില് ഞാൻ കുറച്ച് പിടിവാശി കാണിച്ചു. അവന് താല്പര്യമില്ലെങ്കിൽ അവനെ നിർബന്ധിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ തോന്നുന്നത്. അച്ഛാ, അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മുമ്പ് എപ്പോഴോ ഒരു ദിവസം സീതയെക്കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നില്ലേ? എന്തെങ്കിലും ആലോചിച്ചിരുന്നോ അതിനെക്കുറിച്ച്? സീതയോ? അതാരാ? നമ്മുടെ സീതയില്ലേ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ കുട്ടി. അച്ഛൻ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, അപ്പുവിന് അവളെ ഇഷ്ടമായിരുന്നു എന്നോ മറ്റോ. ഇപ്പോഴാ എനിക്കത് ഓർമ്മ വന്നത്. നീ ഇപ്പൊ പറയുന്ന വെച്ച് നോക്കുമ്പോ റാമിന് അവള് നല്ല ജോഡിയല്ല എന്ന് നിനക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാ നിനക്ക് അവളുടെ പേര് ഓർമ്മ വരാത്തെ. ഞാനാ വെറുതെ തിരക്ക് കാണിച്ചത്. അല്ലച്ചാ, അച്ഛനെന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് എന്തോ മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഇതുവരെ നമ്മുടെ അപ്പുവിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്ന് കരുതി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലെ മരുമകളാക്കി കൊണ്ടുവരുന്നത് ശരിയാണോ അച്ഛാ? അത് മാത്രമല്ലച്ചാ, അപ്പുവിന് ആ പെൺകുട്ടിയെ ശരിക്കും ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പു അവളെ കുറിച്ച് ഇതിനോടൊക്കെ എന്നോട് പറയുമായിരുന്നു, മറച്ചു വെക്കുമായിരുന്നില്ല. ആദ്യത്തെ പ്രണയം വന്ന് പറഞ്ഞവന് ഇപ്പോഴത്തെ പ്രണയം വന്ന് എന്നോട് പറയാനാവില്ലേ? അല്ല, ആദ്യത്തെ പ്രണയം മറക്കാൻ പറ്റാത്തോണ്ട് അവൻ മലേഷ്യക്ക് പോവാൻ എന്നോട് വന്ന് പറഞ്ഞവനല്ലേ. അപ്പൊ പിന്നെ മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ അവൻ എന്നോട് വന്ന് തീർച്ചയായിട്ടും പറയില്ലേ അച്ഛാ? ഓഹോ, ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണല്ലേ 3 വർഷം മലേഷ്യയിലേക്ക് പോയത്? അതെ അച്ഛാ. ഇതൊന്നും എനിക്കറിയാമായിരുന്നില്ല. കണ്ടോ, ആശോനെ എല്ലാം ഒന്ന് പറയും, പക്ഷെ ഇത് പറഞ്ഞിരുന്നില്ല. ഓഹോ, ഇത് പഴയ കാര്യമാണെന്ന് കരുതി അവനും വിട്ട് കാണും. നിങ്ങളതൊക്കെ വിടച്ചാ. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ ലൈറ്റ് ആയിട്ട് എടുക്കുക, ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുക. ആൺകുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ? അച്ഛാ, ഒരുപാട് ഉറക്കൊളിക്കണ്ട. അച്ഛൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് അച്ഛാ.
ഡിയർ. അതുപോലെ ഗുഡ് മോർണിംഗ് ആശു. ക്രിഞ്ചായി പോ. ഗുഡ് മോർണിംഗ് കെട്ടിയോനെ. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. എന്താ ഇപ്പൊ വിളിക്കുക? ഗുഡ് മോർണിംഗ് ആഘോഷങ്ങൾ. ഇത് ക്യൂട്ടായിട്ടുണ്ട്. സീത, നിന്റെ കുളിയും കഴിഞ്ഞോ? ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എഴുന്നേറ്റിട്ട് ഇത്രയും വേഗം ഭക്ഷണവും ഉണ്ടാക്കി കുളിയും കഴിഞ്ഞോ? നീയും അവിടെയുള്ള സുബലക്ഷ്മി ചിലപ്പോ ചേച്ചി അനീത്തിയായിരിക്കും. നിനക്ക് ബോണസാ. സിഹിയും കൂടെ ഉണ്ടല്ലോ, അവളെ നോക്കണ്ടേ? ആരാടി സുബലക്ഷ്മി? ഞാൻ പറഞ്ഞില്ലേ, എന്റെ റൂംമേറ്റ് മഹാദൈവഭക്തിയാ അവള്. നിന്റെ പ്രൊവേഷനാ മോളെ അവള്. അറ്റ്ലീസ്റ്റ് നിന്റെ ഭക്തി നിന്റെ ഉള്ളിലല്ലേ. അവളുടെ ഭക്തി മനസ്സിലൂടെ വായിൽ വന്ന് റൂമിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇരിക്കുമ്പോ ദുർഗാദേവി, നിന്ന അന്നപൂർണേശ്വരി, കിടക്കാൻ നേരം മറ്റൊരവതാരം. റൂമിലും അവളുടെ വായിലും 33 കോടി ദൈവങ്ങളുടെ പേരുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇക്കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാര് അപൂർവമാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണേ. ആഹാ, നിനക്ക് പറ്റിയ കമ്പനിയെ വിളിച്ചോണ്ട് വരാ ഞാൻ. ഓഹോ, ഇന്ന് നമ്മുടെ സിഹിമോള് നേരത്തെ അങ്ങ് എഴുന്നേറ്റല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സീതമ്മ. സീതമ്മ, ഇന്ന് നമുക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയാലോ? ഫ്രണ്ടിന്റെ വീട്ടിലേക്കോ? എന്തിനാ? അവൻ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. വെറുതെ അവന്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന എന്തിനാ? സീതമ്മ, ഇപ്പൊ എന്റെ ഫ്രണ്ടിന് എങ്ങനെയുണ്ട് അതൊക്കെ പോയി കാണണ്ടേ? പ്ലീസ് സീതമ്മ. ഞാൻ ഒരു വട്ടം മൂളിയത് കൊണ്ടാ നീ പിന്നെയും ഡിമാൻഡ്സ് പറഞ്ഞോണ്ടിരിക്കുന്നെ. പോയി ബ്രഷ് ചെയ്ത് കുളിക്കാൻ നോക്ക്. സ്കൂളിൽ പോകണ്ടേ നിനക്ക്? സീത, ഞാനിത് പറഞ്ഞ എന്നോട് ചൂടാവരുത്. നീ പോയി കണ്ടിട്ട് വാ. അതിലെന്താ തെറ്റ്? ബോസ് എംപ്ലോയീസിന്റെ വീട്ടിലേക്ക് പോവാൻ പാടില്ലെന്നും പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞതാ. ഇനി ഞാൻ എങ്ങനെ അവന്റെ വീട്ടിലേക്ക് പോവാ? അവനും എന്തോ പോലെ ആവില്ലേ? അതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതാ പറയുന്നേ, ഇങ്ങനൊന്നും സംസാരിച്ച് ലോക്കാവാൻ പാടില്ല. പിക്കി ബാങ്ക്. ഇതിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ. ഇത് മതിയായിരിക്കും അല്ലേ? എടാ, വേദനിക്കും എനിക്കറിയാം. എന്നാലും നീ ഒന്ന് എണീക്കാൻ ശ്രമിക്കടാ. വാ, സപ്പോർട്ട് ചെയ്യാം. വാ, എനിക്ക് ഗുഡ് ഓൺ. സൂപ്പർ ഏട്ടാ. ഇപ്പൊ ബാക്ക് പെയിൻ എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? ഏട്ടാ, എനിക്കറിയാം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെന്ന്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്ന് കരുതി ഇങ്ങനെ ഇരിക്കണ്ട. പതുക്കെ പതുക്കെ ഒന്ന് ട്രൈ ചെയ്യാ. ഒരുപാട് സംസാരിച്ച് സ്ട്രെസ് എടുക്കണ്ട. അതെ രാമ, നമ്മുടെ ഡോക്ടർ എന്താ പറയണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ. നിന്നെ 2 ദിവസത്തിനകത്ത് നടക്കാൻ മാത്രമല്ല ഒളിമ്പിക്സ് റേസിൽ ഓടിപ്പിക്കും നിന്നെ. ഏട്ടാ, പതുക്കെ. യെസ്. ഒരു മിനിറ്റ്. ആ പയ്യൊന്ന് തിരിഞ്ഞ്. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളില്ലല്ലോ. സോറി, എന്റെ ഏട്ടന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് മോണിറ്റർ ചെയ്യണമായിരുന്നു. ഞാനിപ്പോ ഏട്ടന്റെ കൂടെയുള്ളേ. ഈ വീക്ക് എന്നെ മീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യൂ, അവിടെ അടുത്ത് തന്നെ അഭിഷേക് എന്ന പേരുള്ള ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തെ കാണാവോ? അയ്യോ വേണ്ട,
നിങ്ങളുടെ ചേട്ടന് ഭേദമായി കഴിഞ്ഞാൽ നിങ്ങൾ വരുമല്ലോ, ഞാനും അപ്പോൾ വന്നോളാം. അയ്യോ, അതിനൊരാഴ്ച എടുക്കും. കുഴപ്പമില്ല, കാത്തിരുന്നോളാം. എന്താണെന്നറിയില്ല ഡോക്ടർ, നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട് ഒരുതരം പോസിറ്റീവ് ഫീലുണ്ട്. പറഞ്ഞു കേട്ടിട്ടില്ലേ ചിലരുടെ വാക്കുകളിൽ മാജിക് ഉണ്ടെന്ന്? അത് തന്നെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ പാതി വേദന കുറഞ്ഞ പോലെയാ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നടത്തിയ എനിക്ക് ഭേദമാവുമെന്ന് നല്ല വിശ്വാസമുണ്ട്. സോ എനിവേയ്സ്, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങളെ വെറുതെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടാക്കിയെന്ന് തോന്നുന്നു. യു ടേക്ക് കെയർ ഓഫ് യുവർ ബ്രദർ. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ആ രാമനെ നോക്കാൻ പോയതാണോ നീ? ആ സീതയും രാമ രാമ എന്ന് പറഞ്ഞു നടക്കും. നീയും അതേ കാറ്റഗറിയാണോ? വിടില്ല, നിങ്ങളെ ആരെ സമാധാനമായിട്ടിരിക്കാൻ ഞാൻ വിടില്ല, വിടില്ല. യെസ്. സോറി ഏട്ടാ, എന്റെ പേഷ്യന്റാ വിളിച്ചത്. അവന്റെ പേരും രാമെന്നാ, ഏട്ടന്റെ പേര് തന്നെയാ. ഹേ പാപ്പാജി, നീ എന്ത് ഡോക്ടർ ഹാടി? ഒരുപാട് പേഷ്യൻസ് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു PA വെച്ചാ പോരെ? ഒന്നും വേണ്ട, ഒക്കെ നിങ്ങളെ പോലെ ഹൈ ക്ലാസ് ആളുകൾക്കല്ലേ, എനിക്ക് വേണ്ട. ഏയ്, കൊച്ചു പറഞ്ഞതല്ലേ സ്ട്രെസ് എടുക്കണ്ടെന്ന്. നീ ഇങ്ങോട്ട് വന്നേ, ഇരുന്നേ. സൂഷ്, ഇപ്പൊ പറ. ഓഫീസിലേക്ക് പോയി വർക്ക് ചെയ്യണോന്നോ? നിങ്ങൾക്ക് ആദ്യം വേഗം ഭേദാവട്ടെ ഏട്ടാ. ആവും ചേട്ടാ, മനസ്സിലെപ്പോഴും എനിക്ക് വേഗം ഭേദാവൂന്ന് മാത്രം കരുതിക്കോ, അപ്പൊ ഭേദാവും. വരൂ. നീ ഇഞ്ചക്ഷൻ എടുക്കുക, ഞാനിപ്പോ വരാം. അഞ്ജു, പാപ്പാജി, റാമിനെ കാണുമ്പോ എന്താ തോന്നുന്നേ? അന്ന് ആക്സിഡന്റ് കഴിഞ്ഞ് കണ്ടപ്പോ ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. പക്ഷെ 2 ദിവസം കൊണ്ട് നല്ല മാറ്റം കാണുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ. ചാന്ദിനി വെറുതെ വന്നതായിരിക്കുമല്ലേ? ഇപ്പൊ അവൻ വീട്ടിലെത്തിയില്ലേ? ഇനി ചാന്ദിനി ഇങ്ങോട്ട് വരില്ല, വരാതിരിക്കുന്നതാ നല്ലത്. വന്ന എന്താ ഏട്ടാ, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നേ? രാംചേട്ടന് സീതയുണ്ടല്ലോ, രാംചേട്ടൻ മൂവ് ഓൺ ആയിട്ടുണ്ട്. ഒരു ചാന്ദിനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയല്ല പാപ്പാജി, ചാന്ദിനി എങ്ങാനും വന്നാൽ റാമിന്റെ ഈ പുതിയ ലൈഫ് ഇല്ലാതെയാവും. ഈ ഇടയ്ക്ക് തുടങ്ങി വെച്ച സീതാരാമ പ്രേമകഥ അത് തുടങ്ങും മുമ്പേ അവസാനിക്കുമെന്നുള്ള പേടിയാ എനിക്ക്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏട്ടാ, ബി പോസിറ്റീവ്. ശരി, നീ പറഞ്ഞില്ലേ, ഇനി എനിക്കൊന്നും പേടിയില്ല. ഹായ് ഗൈസ്, ഫിനാൻസ് സെഷനിൽ നിന്ന് ആരെങ്കിലും ഒരാള് കഴിഞ്ഞ വർഷത്തെ ബ്രീഫിംഗ് ഒന്ന് തരാമോ? മാഡം, നിങ്ങൾക്ക് ക്ലിയർ ആയ ഒരു എക്സ്പ്ലനേഷൻ ആണ് വേണമെങ്കിൽ സീത ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഹോയ് സീത? ഞാനാ. ഓ, സീത എന്നാണോ പേര്? അതെ മാം, ഈ ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയി അവർ. ഷി വാസ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. സീതേച്ചി, നിങ്ങൾ ബ്രീഫിംഗ് എടുത്താൽ നന്നായിരിക്കും. താൻ ഫയൽസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കേ. സീത, കം ടു മൈ ചേംബർ. ഓക്കെ. ഓക്കെ. ഹാ, ഓക്കെ എന്ന് പറഞ്ഞു. മാം, ഐ എക്സ്പെക്ട് ദാറ്റ്. ഗോട്ട് ഇറ്റ്? ഓക്കെ.
മാം, ഇവൾ ആരെ ഇങ്ങനെയൊക്കെ സംസാരിക്കേ? അവളുടെ മുഖം കണ്ടാലറിയാം അഹങ്കാരമുള്ള ജാതിയാണെന്ന്. മാം എത്രേ മാം? പ്രിയ, അല്ല ബ്രോ, റാം സാറിനെ സാറിന് വിളിച്ചാൽ ഡോണ്ട് കോൾ മീ സാർ എന്ന് പറയും. ഇവരെന്താ ഇങ്ങനെ?